അന്തരിച്ച ഹൈക്കോടതി ജഡ്ജിയായിരുന്ന എസ് സിരിജഗന് നാട് വിട നൽകാൻ ഒരുങ്ങുന്നു. കൊച്ചി കടവന്തറിലെ ഫ്ളാറ്റിൽ ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ്. വൈകുന്നേരം 4 മണിക്ക് എറണാകുളം രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. കടവന്തറിലെ വീട്ടിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. വിഷ്ണു, വിശദാംശങ്ങൾ. വലിയ സങ്കടം ഉളവാക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി പുറത്തു വന്നത്. കഴിഞ്ഞ 3 ആഴ്ചയായി ജസ്റ്റിസ് സിരിജഗൻ എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി മരണം സ്ഥിരീകരിച്ചു. അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ 9 മണി മുതലാണ് പൊതുദർശനം ഉണ്ടാകുക. വൈകിട്ട് 4 മണിക്ക് സംസ്കാരം തീരുമാനിച്ചിട്ടുണ്ട്. 1952 കൊല്ലം മയ്യനാടാണ് അദ്ദേഹം ജനിച്ചത്. 1974 കൊല്ലത്ത് പ്രാക്ടീസ് ആരംഭിക്കുന്നത്. പിന്നീട് ഹൈക്കോടതിയിലേക്ക് മാറുകയായിരുന്നു. 2005 മുതൽ 2014 വരെയുള്ള കാലയളവിലാണ് ഹൈക്കോടതി ജസ്റ്റിസായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് 2016 മറ്റൊരു പ്രധാനപ്പെട്ട ചുമതല അദ്ദേഹത്തെ തേടിയെത്തുകയായിരുന്നു. സുപ്രീം കോടതി ഈ തെരുവുനായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സമിതി, അത് പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സമിതിയുടെ ചെയർമാനായിരുന്നു ജസ്റ്റിസ് സിരിജഗൻ. കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്ന രീതിയിലേക്ക് മാറിയത് ജസ്റ്റിസ് സിരിജഗന്റെ ഇടപെടലിനെ തുടർന്നാണ്. അദ്ദേഹം ശബരിമല ഹൈപ്പവർ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂവാൽസ് കോളേജിന്റെ വൈസ് ചാൻസലറായിരുന്നു. അങ്ങനെ ഈ അഭിഭാഷക വൃത്തിക്ക് അപ്പുറത്തേക്കും സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. എല്ലാ നിയമ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.